2 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് എത്തുന്നു. ഈ മാസം 18, 19 തീയതികളിൽ വാങ് യി ഇന്ത്യ സന്ദർശിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ വേണ്ട. അർജുൻ, തൊട്ടടുത്ത് തന്നെയാണ്, അടുത്ത ദിവസങ്ങളിൽ തന്നെ വിദേശകാര്യമന്ത്രി എത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് പോകാൻ ഇരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ചർച്ചയിലേക്ക്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറെക്കാലം നിലനിന്ന ബന്ധത്തിൽ വലിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ദീപേഷ്, തീർച്ചയായിട്ടും തിങ്കളാഴ്ചയാണ് വാങ്ങി ഇന്ത്യയിലേക്ക് എത്തുന്നത്. വിദേശകാര്യ മന്ത്രാലയവുമായിട്ടും പ്രത്യേകിച്ചും വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായിട്ടും ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നുള്ള കാര്യമുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങളെ സംബന്ധിച്ച് പ്രത്യേക പ്രതിനിധി ചർച്ച അത് കഴിഞ്ഞ കുറച്ച് കാലമായി നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. അദ്ദേഹവുമായിട്ടും വാങ്ങി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈന രാജ്യങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളിൽ ഒരു വലിയൊരു വ്യത്യാസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സംബന്ധിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ചും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വിമാന സർവീസുകൾ വീണ്ടും പുനരാരംഭിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഈ വാണിജ്യ കരാറിൽ വന്നതിന് ശേഷമാണ് മറ്റു രാജ്യങ്ങളുമായി പ്രത്യേകിച്ചും ചൈനയുമായിട്ടൊക്കെ ഇന്ത്യ വലിയ രീതിയിൽ അടുക്കുന്ന ഒരു സമീപനം ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ മാസം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടിക്കാഴ്ചകൾ വരും. ചൈനീസ് രാഷ്ട്രപതിയുമായിട്ടും എല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള കാര്യമൊക്കെ ഇതിനോടകം തന്നെ വാർത്ത വന്നത്. അതിനിടയിലാണ് ഈ വാങ്ങി കൂടെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. പ്രധാനമായിട്ടും രണ്ട് ഉദ്ദേശമാണ്. ഒന്ന്, വിദേശകാര്യ മന്ത്രാലയവുമായിട്ടും വിദേശകാര്യ മന്ത്രിയുമായിട്ടുമുള്ള ചർച്ച. രണ്ടാമത്തേത് പ്രത്യേക പ്രതിനിധി ചർച്ചയാണ്. ഈ നിലവിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഈ ഗാൽവാൻ സംഘർഷത്തിന്റെ പിന്നാലെ എന്തായാലും അമേരിക്കയുടെ തീരുമാനങ്ങൾക്ക് പിന്നാലെ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ചും ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിന്റെ സൂചനകളാണ്.